അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട്. ആര് ജയിക്കും? പറയൂ, ആര് ജയിക്കും? ആര് ജയിക്കും? ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്നലത്തെ സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് മത്സരം തന്നെ കണ്ടില്ലേ? അപ്പോൾ സെമി ഫൈനൽ തൊട്ട് അങ്ങോട്ട് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്, ഒരു രീതിയിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്നലെ സ്പെയിൻ ജയിക്കുമായിരുന്നോ എന്നുള്ളതാണ്. അപ്പോൾ തട്ട കയറിയപ്പോഴത്തേക്ക് സ്പെയിന്റെ മട്ടങ്ങ് മാറി, നമ്മൾ കണ്ടില്ലേ? അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം, അത് അവസാന ഫൈനൽ വിസിൽ അടിക്കുമ്പോൾ അറിയാം ആര് ജയിക്കും എന്നുള്ളത്. അല്ലാതെ നമുക്ക് ഒരു പ്രഡിക്ഷനും സ്ഥാനമില്ല എന്നുള്ളത് തന്നെയാണ്. എത്ര ഗോൾ അടിക്കുമെന്നോ ആര് ജയിക്കുമെന്നോ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ മെസ്സിയെ സംബന്ധിച്ചിട്ട് മെസ്സി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ടുമായിട്ട് കളിക്കുന്നത്. സോ ഇംഗ്ലണ്ടുമായിട്ട് കളിച്ച് പരിചയക്കുറവുണ്ട്, പരിചയമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സോ നമുക്ക് ഈ സാധനം നേരെ തിരിച്ചും പറയാം കേട്ടോ. ഇംഗ്ലണ്ടുകാരെ മെസ്സിയോട് കളിച്ചിട്ടുണ്ടോ? ആ പോയി കളിക്കുന്നു, എന്നിട്ടുള്ളത് വാങ്ങ്. പിന്നെ ഞാൻ ഒരു രസത്തിനൊക്കെ പറഞ്ഞതാണ്, ഇംഗ്ലണ്ടും മോശം പെർഫോമൻസ് ഒന്നും അല്ല കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ അർജന്റീനയ്ക്ക് ഇംഗ്ലണ്ട് ഒരു ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും. പിന്നെ അർജന്റീനയുടെ കേസ് നമുക്കറിയാം, അർജന്റീന എല്ലാ മത്സരങ്ങളിലും, അതായത് കഴിഞ്ഞ ഓരോ നോക്കൌട്ട് സ്റ്റേജുകളിലും ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു. പിന്നെ ചെറിയ ചെറിയ ഒപ്പോണൻസ് ആയതുകൊണ്ട് തന്നെ അവസാന നിമിഷങ്ങളിൽ ഇവര് ചെറിയ ടീമുകൾക്ക് ഡിഫെൻസ് ചെയ്യാൻ പറ്റാതെ അർജന്റീനയോട് പരാജയം ഏറ്റുവാങ്ങുന്നത് നമ്മൾ കണ്ടു. സോ അങ്ങനെ ഒരു ടീം അല്ല ഇംഗ്ലണ്ട് എന്നുള്ള കാര്യം അർജന്റീന മറക്കാതിരിക്കുക. സോ ഈജിപ്തിനോടും കബോവർദിയോടും ഒക്കെ അവസാന നിമിഷം സ്കോർ ചെയ്തതുപോലെ ഇംഗ്ലണ്ടിനോട് സ്കോർ ചെയ്യാമെന്ന് അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ കാണുന്നില്ല. അവര് കുറച്ചുകൂടി ടാക്ടിക്കലി ഫുട്ബോൾ കളിക്കുന്നവരാണ്. സോ അർജന്റീന ഒരു സ്ട്രോങ്സ്റ്റ് ഒപ്പോണന്റുമായിട്ട് ഈ വേൾഡ് കപ്പിൽ ആദ്യ മത്സരം കളിക്കാൻ പോവുകയാണ്. സോ നമുക്ക് എന്തായാലും കാത്തിരിക്കാം ഫൈനലിലേക്ക് സ്പെയിനിനൊപ്പം പോരാടാൻ ആരായിരിക്കും എത്തുക എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.